Let us pray. O Holy One, heaven and nature do sing your praises this night, for you have given us your greatest gift, your only Son, Jesus Christ our Lord. And we have now responded to your grace and your gift by offering our lives and our gifts for your glory. Use these gifts that your kingdom may be known on earth, that your love, peace, joy, and hope would be proclaimed from the mountaintops. Dedicate these gifts for your service in the world. In the name of Christ, our Lord and Savior. Amen. Dear brothers and sisters in Christ, to become a member and singing in Emmanuel Church Choir is a big thing. A lot of practices, voice tests, etc. But if it lasts for 25 years as a member in the choir without fail, is much more great thing. This year, 2 more members of Emmanuel Choir complete their silver jubilee as choir members of CSI Emmanuel family. On behalf of all, we appreciate and recognize their valuable service to the worshiping community of Ernakulam. I request Mr. Abraham Simon and Renji Varki to come forward. I also request Honorable Mr. Justice Kurian Joseph sir to come forward to present the memento to them as token of our love and concern. Mr. Abraham Simon, he is all in all in the choir and the church life in general. This is his 25th Christmas carols service too. A special appreciation. Next is Mr. M.J. Varki, humorous, non-smiling captain of the choir, completing his silver jubilee as choir member and organist. This is his 14th year as choir master. Special appreciation. Give both of them a big hand, please. വളരെയധികം ഡെഡിക്കേഷൻ ആവശ്യമുള്ള ഒന്നാണ് ഗായക സംഘം. പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് തോന്നില്ല, പക്ഷേ പ്രാക്ടീസിന് വരുമ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മുതൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കരോളിന് വേണ്ടി മാത്രമുള്ള പ്രാക്ടീസ് അടുത്തിരുന്ന് കേൾക്കുന്ന, അധികമൊന്നും പാടാൻ കഴിവില്ലാത്ത, പാടുന്നവരിൽ അസൂയയുള്ള ഒരു വികാരിയാണ് ഞാൻ. ഇവരുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. പാട്ടുകൾ മാത്രമല്ല, ജീവിതം തന്നെ കൊയറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത കുട്ടിരാണെന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. രണ്ടുപേരുടെയും ഇന്ന് സിൽവർ ജൂബിലി പൂർത്തിയാക്കുന്ന രണ്ടുപേരുടെയും ജീവിതത്തിലെ ചില കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്ത സമയത്ത് മിസ്റ്റർ എബ്രഹാം സൈമൻ്റെ പിതാവ് സൈമണച്ചൻ മരിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടുത്തെ ഓർഡിനേഷൻ സർവീസ്. സാധാരണ വീട്ടിലൊരു ദുഃഖമുണ്ടായി കഴിഞ്ഞാൽ പിന്നെ 2 മാസത്തേക്ക് ദേവാലയത്തിൽ പോലും കയറാത്ത ആളുകളാണ്. അടുത്ത ദിവസമുള്ള ഓർഡിനേഷൻ സർവീസിൽ കൊയറിൽ നിന്ന് പാടി. മിസ്റ്റർ എം.ജെ. വർക്കി മാതാവ് മരിച്ചതിൻ്റെ അടുത്ത ദിവസമാണ് ഫോർട്ട് കൊച്ചിയിൽ വെച്ചൊരു മ്യൂസിക് കൺസേർട്ട് കണ്ടക്ട് ചെയ്യേണ്ടത്. അടുത്ത ദിവസം പോയിട്ട് കണ്ടക്ട് ചെയ്തു. ഈ വർഷം പിതാവ് ആക്സിഡൻറ്റിൽ മരിച്ച റോമിയോ എന്ന പുതിയ choir മെമ്പേഴ്സ് വളരെ അപ്രതീക്ഷിതമായിട്ട് പിതാവിൻ്റെ വേർപാടിൻ്റെ ആ ആഴ്ചയിലെ ശനിയാഴ്ച നോക്കിയപ്പോൾ ഇവർ രണ്ടുപേരും choir പ്രാക്ടീസിന് പാട്ട് പാടുക, സമർപ്പണത്തോടുകൂടെ പാടുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. എങ്കിലും നമ്മുടെ choir അംഗങ്ങളൊക്കെ ഇത്തരത്തിൽ അവരുടെ ഡെഡിക്കേഷൻ വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഈ രണ്ടുപേരെയും അതുപോലെ ഈ നമ്മുടെ choir മെമ്പേഴ്സിനെല്ലാവരെയും ഞാൻ ദൈവനാമത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഈ സമയത്ത് അഭിവന്ദ്യനായ ജസ്റ്റിസ് മിസ്റ്റർ കുര്യൻ ജോസഫ് സാറിനെ ഇന്നത്തെ ക്രിസ്മസ് സന്ദേശം നൽകുന്നതിന് വേണ്ടി ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇമ്മാനുവൽ കമ്മ്യൂണിറ്റിയിലെ പ്രിയപ്പെട്ട അച്ഛ, സഹവികാരി അച്ഛ, അവർ ഓണേഡ് ഗസ്റ്റ്, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, മിസ്റ്റർ ഉമ്മൻ എന്നെ ഇവിടെ ഒരു ക്രിസ്മസ് മെസ്സേജ് പറയാനായിട്ട് വിളിച്ചപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ 2-3 വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുള്ളതാണ്.
അപ്പോൾ എനിക്ക് മനസ്സിലായി അന്ന് ഞാൻ പറഞ്ഞ മെസ്സേജ് നന്നായിരിക്കും, അതുകൊണ്ടായിരിക്കും രണ്ടാമത് തന്നെ വിളിച്ചതെന്ന്. എന്തോ ആവട്ടെ, എന്നോട് കാണിച്ച സ്നേഹത്തിനും എന്നോട് കാണിക്കുന്ന ഈ ഇമ്മാനുവൽ കമ്മ്യൂണിറ്റിയുടെ സൗഹൃദത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 4 കൊച്ചു കാര്യങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, എന്തുകൊണ്ടാണ് ക്രിസ്മസ് ഹാപ്പി ആയിട്ടിരിക്കുന്നത്? ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മൾ ഹാപ്പി ക്രിസ്മസ് എന്നാണ് പറയുക. 2, ക്രിസ്മസിൻ്റെ മുഖ്യ സന്ദേശമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ദ വേർഡ് ബിക്കെയിം ഫ്ലഷ് ആൻഡ് ഡ്വെൽറ്റ് എമംഗ് അസ്. വചനം നമ്മിലൂടെ മാംസമായി ഇവിടെ പുനരവതരിക്കുമ്പോഴാണ് ക്രിസ്മസ് തുടർക്കഥയാവുന്നത്, തുടർ സംഭവമാകുന്നത്. 3, ക്രിസ്മസിൻ്റേത് ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ലവ് ആൻഡ് പീസ് എന്നാണ്. ഈ വർഷത്തെ നമ്മുടെ ക്രിസ്മസ് കാർഡും ഞാൻ നോക്കി. ഇമ്മാനുവൽ കമ്മ്യൂണിറ്റി എല്ലാവർക്കും നൽകിയിരിക്കുന്ന ക്രിസ്മസ് കാർഡിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഈ സന്ദേശം തന്നെയാണ്, ഈ ഗ്രീറ്റിംഗ്സ് ഇത് തന്നെയാണ്, ലവ് ആൻഡ് പീസ്. ക്രിസ്മസിൽ നാട്ടിടയന്മാർക്ക് കിട്ടിയ സന്ദേശമാണ് ആദ്യത്തെ സന്ദേശം. അവിടെ കൊടുത്തതും ഇത് തന്നെയായിരുന്നു, സന്മനസ് ഉള്ളവർക്കാണ് സമാധാനം. ആരാണ് സന്മനസ്സുള്ളവർ? ആർക്കാണ് സമാധാനത്തിൻ്റെ കുറവുള്ളവർ? ഇങ്ങനെ 3-4 കൊച്ചു കാര്യങ്ങൾ ഒരു 10-12 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം. ക്രിസ്മസ് എന്നെ സംബന്ധിച്ചിടത്തോളം, നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ അനുഭവമാവുന്നത് ക്രിസ്മസ് എനിക്ക് വേണ്ടി നൽകാനായിട്ട് ജനിച്ച യേശുവിൻ്റെ ജീവിതത്തെ സംബന്ധിച്ചുള്ള സന്ദേശമായതുകൊണ്ടാണ്. Somebody who came to rescue me, somebody who came to give me the real meaning of my life. എൻ്റെ ജീവിതത്തിന് അർത്ഥം ഇല്ലാതിരുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിന് അർത്ഥം നൽകാൻ വേണ്ടിയിട്ട്, എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്, എൻ്റെ ജീവിതം ഇവിടെ കടന്നു പോകുന്ന നശ്വരമായ ഒരു ചെറിയ സംഭവമല്ല എന്നും അത് അനശ്വരതയിലേക്കുള്ള ഒരു യാത്രയാണ് എന്നും എന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് പ്രത്യാശ ഇല്ലാതിരുന്ന സമയത്ത് പ്രത്യാശ നൽകിക്കൊണ്ട് എൻ്റെ മുമ്പാകെ ജനിച്ചു വന്ന എൻ്റെ രക്ഷകനായ യേശുവിൻ്റെ സന്ദേശമാണ് ക്രിസ്മസ് എന്നോട് പറയുന്നത്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ യേശു ക്രിസ്തു ദൈവം തന്നെയാണ്. ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം ധരിച്ച് നമ്മിൽ ഒരുവനായി എനിക്കും നിങ്ങൾക്കും ഉള്ളത് ഇതേ ദൈവ മഹത്വം തന്നെയാണ് എന്ന് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ട്, ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളത് എന്ന് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ട് മനുഷ്യരൂപം എടുത്ത ദൈവത്തിൻ്റെ സ്നേഹം. ഈ മനുഷ്യരൂപം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യൻ്റെ രൂപത്തിൽ എനിക്കും നിങ്ങൾക്കും മനസ്സിലാവുന്ന ഭാഷയിൽ പുൽത്തൊട്ടിയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ ഡിഗ്നിറ്റിയെക്കുറിച്ച്, വാട്ട് ഈസ് ആക്ച്വലി മൈ ഡിഗ്നിറ്റി, ദാറ്റ് ഈസ് മൈ ഡിവിനിറ്റി, എന്നിലുള്ളത് ദൈവത്വമാണ് എന്ന് മനസ്സിലായപ്പോഴാണ് എനിക്ക് പ്രത്യാശ ഉണ്ടായത്. അതുവരെ എനിക്ക് പ്രത്യാശയില്ലായിരുന്നു. ഞാൻ നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണോ എന്നുള്ള വിഷമത്തിൽ, വേദനയിൽ കഴിഞ്ഞിരുന്ന സമയത്താണ് യേശുവിൻ്റെ ജനനത്തിലൂടെ ചരിത്രത്തിൻ്റെ ഗതി മാറ്റിക്കൊണ്ട് മനുഷ്യകുലത്തിന് രക്ഷയുണ്ട് എന്നും കടന്നുപോയ മനുഷ്യ സമൂഹത്തിനും നടക്കുന്ന ജനസമൂഹത്തിനും പിറക്കാൻ പോകുന്ന മാനവ ചരിത്രത്തിനും രക്ഷയുടെ സന്ദേശം യേശുവിലൂടെ നൽകപ്പെടുകയായിരുന്നു. ആ രക്ഷ നൽകലിലൂടെയാണ്, സ്വയം മറന്ന് നൽകലിലൂടെയാണ്. മാനവ ചരിത്രത്തിൽ എവിടെയെല്ലാം സ്വയം മറന്ന് നൽകലുണ്ടാകുന്നോ അവിടെ രക്ഷയുണ്ട്. ഏത് അപ്പനും അമ്മയും മക്കൾക്ക് വേണ്ടിയിട്ട് സ്വയം മറന്ന് നൽകുന്നുണ്ടോ അവിടെ മക്കൾക്ക് രക്ഷയുണ്ട്. ഏത് ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് സ്വയം മറന്ന് നൽകലുണ്ടോ അവിടെ ഭാര്യയ്ക്ക് രക്ഷയുണ്ട്. ഏത് ഭാര്യ ഭർത്താവിന് വേണ്ടിയിട്ട് സ്വയം മറന്ന് ത്യാഗപൂർവം നൽകുന്നുണ്ടോ അവിടെ ഭർത്താവിന് രക്ഷയുണ്ട്. ഏത് അപ്പനും അമ്മയും ഏത് കുടുംബവും സമൂഹത്തിന് വേണ്ടിയിട്ട്, തങ്ങൾ ജീവിക്കുന്ന, തങ്ങൾ ഭാഗമായിരിക്കുന്ന സമൂഹത്തിന് വേണ്ടിയിട്ട് തങ്ങളെ തന്നെ നൽകാൻ തയ്യാറാവുന്നുവോ, ത്യാഗപൂർവം നൽകാൻ തയ്യാറാവുന്നുവോ അവിടെ രക്ഷയുണ്ട്. ഇന്നത്തെ ജീവിതത്തിൻ്റെ പ്രത്യേകമായ അന്തരീക്ഷത്തിൽ, കാലാവസ്ഥയിൽ നമ്മളൊക്കെ കാണുന്നത് ആരും നൽകാൻ തയ്യാറല്ല, എല്ലാവരും മേടിക്കാൻ തയ്യാറായിട്ടിരിക്കുക.
ആർക്കും നൽകണമെന്ന് താല്പര്യമില്ല, എല്ലാവർക്കും കിട്ടാനായിട്ട് സന്തോഷവുമാണ്. നൽകുക, ധന്യരാവുക, ഇത് ക്രിസ്മസ് നമുക്ക് നൽകുന്ന ഒരു സന്ദേശമാണ്. നേടുക, സമ്പാദിക്കുക, ആസ്വദിക്കുക, അത് ക്രിസ്മസിന് ഘടകവിരുദ്ധമായിട്ടുള്ളൊരു ജീവിത രീതിയാണ്. ക്രിസ്മസ് യേശു, ഉണ്ണി യേശു നമ്മളോട് ഓരോരുത്തരോടും പറയുന്നു, നൽകുക, സ്വയം മറന്നു നൽകുക, മറ്റുള്ളവർ ആളുടെ രക്ഷയ്ക്ക് ഉപകരിക്കുന്നിടത്തോളം നൽകുക. അതുവഴിയായിട്ട് നിന്റെ നൽകലിലൂടെ ഒരു സമൂഹമോ ഒരു വ്യക്തിയോ ഒരു പ്രദേശമോ ഒരു കുടുംബമോ രക്ഷപ്പെടുമെന്നുണ്ടെങ്കിൽ അവിടെ നിന്റെ ക്രിസ്മസിന് അർത്ഥമുണ്ട്. അല്ലാത്ത പക്ഷം നേടുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന കൺസ്യൂമറിസ്റ്റിക് പാറ്റേൺ ഓഫ് ലൈഫ്, അവിടെ ക്രിസ്മസിന് യാതൊരു അർത്ഥവുമില്ല. നൽകുന്നതിലാണ് ക്രിസ്മസിൻ്റെ സന്ദേശം മുഴുവൻ, അർത്ഥം മുഴുവൻ അടങ്ങിയിരിക്കുന്നത്. രണ്ടാമതായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് ദ വേർഡ് ബിക്കെയിം ഫ്ലഷ് എന്നുള്ളതാണ്. വചനം മാംസമായി അവതരിച്ചപ്പോഴാണ് നമുക്ക് യേശുവിന് ദൃശ്യമായതും സ്പർശ്യമായതും. ഒരു കൊച്ചു സംഭവം ബെന്നി പുന്നത്തറ പറഞ്ഞത് ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു. ഒരു ബസ്സിലെ കണ്ടക്ടറുടെ യാത്രയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അത് അനുസ്മരിച്ചിരുന്നു. ബസ്സിലെ കണ്ടക്ടർ നമുക്കറിയാം, കാലത്ത് മുതൽ വൈകിട്ട് വരെ ഏതെല്ലാം തരത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് സംഘർഷത്തിലൂടെ ജീവിക്കുന്ന ആളാണ്. അങ്ങനെ ദൗർഭാഗ്യവശാൽ ഈ കണ്ടക്ടർ ഒരു യാത്രക്കാരനുമായിട്ട് സംഘർഷം മൂക്കേണ്ട അവസ്ഥ വന്നു. സംഘർഷം മൂത്ത അവസാനം ഈ യാത്രക്കാരൻ കണ്ടക്ടറുടെ കരണത്തൊരു അടി കൊടുത്തു. സ്വാഭാവികമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നുള്ളൊരു ബസ് കണ്ടക്ടറുടെ ആ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് വെച്ച് കഴിഞ്ഞിട്ട് എന്തായിരിക്കും പെട്ടെന്നുണ്ടാവുക പ്രതികരണം. അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ടിക്കറ്റ് ട്രാക്കുമാണ്. തിരിച്ച് ഒരു പ്രതികരണത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ കണ്ടക്ടർ യാതൊന്നും പറയാതെ വളരെ സ്വസ്ഥമായിട്ട് സ്വന്തം സ്ഥാനത്ത് പോയിരുന്നു. ഒരു പ്രതികരണം ഉണ്ടായിരുന്നില്ല. യാത്രക്കാർക്കെല്ലാം വലിയ അത്ഭുതമായി. ആ ബസ്സിൽ ഒരു അച്ഛനും യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛനും വലിയ അത്ഭുതമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛന് ഈ കണ്ടക്ടറുടെ അടുത്ത് ഒരു ഒഴിഞ്ഞ സീറ്റ് കിട്ടിയപ്പോൾ പോയിരുന്നിട്ട് ചോദിച്ചു, അല്ല എന്താ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു പ്രതികരണവും നടത്താതിരുന്നെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം നോക്കിയപ്പോൾ അച്ഛനാണല്ലേ, അതുകൊണ്ട് ഞാൻ പറയാം, മറ്റൊരാളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ദീർഘകാലമായിട്ട് ഈ ബൈബിള് വായിക്കുകയായിരുന്നു. ബൈബിള് വായിച്ച് ഈ വചനം എന്നാണ് എന്നിലൊന്ന് മാംസം ധരിക്കുന്നത് എന്ന് ഞാനും കാത്തിരിക്കുകയായിരുന്നു. ഈ വചനത്തിൻ്റെ എന്നിലെ പൂർത്തീകരണത്തിനായിട്ട് ഞാൻ എത്ര നാളായി കാത്തിരിക്കുന്നു. ഇന്ന് ആ വചനം എന്നിൽ പൂർത്തീകരിച്ചു. നിന്നെ ദ്രോഹിക്കുന്നവനോട് നീ പ്രതികാരം ചെയ്യരുത്. നിന്റെ ഒരു കരണത്തടിക്കുന്നവന് പറ്റുമെങ്കിൽ മറ്റേ കാരണം കൂടെ കാണിച്ചു കൊടുക്കുക. അച്ഛൻ വന്ന് എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ ദുഃഖിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് മറ്റേ കാരണം കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല. ഏതാണേലും പകുതി ഭാഗം ഞാൻ പൂർത്തിയാക്കി. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കരണത്തടിച്ചവനോട് എനിക്ക് തിരിച്ചടിക്കേണ്ടതായിരുന്നിട്ടും ഞാൻ ഈ വചന ഭാഗം ഓർത്തുകൊണ്ട് മാത്രം ഈ വചനത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് ഞാനത് സസന്തോഷം സ്വീകരിച്ചു. ഒരു സംഘർഷവും ഒരു സംഘർഷാവസ്ഥയും അവിടെ അങ്ങ് ഒഴിവായി. നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം വലിയൊരു ക്രിസ്മസ് മെസ്സേജാണ് ഈ ഒരു സംഭവം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂന്നാമത്തേത് ആട്ടിടയന്മാർക്ക് ലഭിച്ച സന്ദേശത്തിൻ്റെ വ്യാഖ്യാനമായിരുന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ആരാ സന്മനസ്സുള്ളവർ? നല്ല മനസ്സുള്ളവരാ. ആരാ നല്ല മനസ്സുള്ളവർ? നല്ല മനസ്സുള്ളവർ മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറുള്ളവരാണ്. സ്വയം മറന്നും മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറാണെന്ന് സന്മനസ്സുള്ളവർ. അതിന് കർത്താവ് പറയുന്ന മനോഹരമായ ഒരു ഉദാഹരണം മാത്രമേ ഉള്ളൂ. ചുരുങ്ങിയ സമയത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. എവിടം വരെയായി കൊടുക്കേണ്ടത്? നിന്നെ എവിടം വരെ കൊടുക്കണം? ടിൽ ഇറ്റ് ഹർട്സ് യു. നിന്നെ വേദനിപ്പിക്കുവോളം നീ കൊടുക്കാൻ തയ്യാറാവുന്നുവോ അവിടെ നിനക്ക് സന്മനസ്സുണ്ടെന്ന് പറയാൻ കഴിയും. നിന്റെ എച്ചിലെടുത്ത് നീ കൊടുത്തിട്ട് നിനക്കുള്ളത് സന്മനസ്സാണെന്ന് നീ പറയരുത്. നിനക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതെടുത്ത് നീ കൊടുത്തിട്ട് നിനക്കുള്ളത് സന്മനസ്സാണെന്ന് നീ പറയരുത്. നിന്റെ എക്സസിൽ നിന്ന് നീ കൊടുത്തിട്ട് നിനക്കുള്ളത് നിന്റെ ഔദാര്യം, നീ ചെയ്തത് ഔദാര്യമാണെന്ന് പറയരുത്. എവിടെ നിന്നെ ബാധിക്കുവോളം, നിന്റെ കീശയെ ബാധിക്കുവോളം, നിന്റെ സമ്പാദ്യത്തെ ബാധിക്കുവോളം, നിന്റെ ആരോഗ്യത്തെ ബാധിക്കുവോളം, നിന്റെ ഏത് സൗകര്യത്തെ ബാധിക്കുവോളം, എവിടെ നിനക്ക് ക്രിസ്തുവിനെ ഉൾക്കൊള്ളാൻ കഴിയുമാറ് കൊടുക്കുവാൻ തയ്യാറാവുന്നുവോ അവിടെ നിന്റെ മനസ്സ് നല്ല മനസ്സാണ്. അല്ലാത്തടത്തോളം കാലം സന്മനസ്സ് ഉള്ള ഒരു മനസ്സാണ്, ഒരു ശരീരമാണ്, ഒരു ജീവിതമാണ് നിൻ്റേത് നമുക്ക് പറയാൻ കഴിയില്ല. ഇതാണ് ക്രിസ്മസ് എന്നോട് പറയുന്നത്. നിന്റെ മനസ്സ് സന്മനസ്സുണ്ടെങ്കിൽ നിനക്ക് ശാന്തി കിട്ടുകയുള്ളൂ. സന്മനസ്സിൻ്റെ അടയാളം എന്ന് പറയുന്നത് നിന്നെ വേദനിക്കുവോളം നിന്റെ സഹോദരനെ നിനക്ക് ഉദ്ധരിക്കാനും ആ സഹോദരനെ നിനക്ക് ഉൾക്കൊള്ളാനും കഴിയുന്ന അവസ്ഥയാണ്. സമാധാനമാണ് നാലാമത്തെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. സമാധാനം എന്നുള്ളത് നമ്മൾ കൊടുത്താൽ മാത്രം കിട്ടുന്നതാണ്.
സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ സമാധാനം കൈവരില്ല. ഞാൻ മറ്റൊരാളുടെ സമാധാനം കെടുത്തിയിട്ട് എനിക്ക് സമാധാനം കിട്ടണമെന്ന് പറഞ്ഞുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കാപട്യം എന്നെനിക്ക് തോന്നിപ്പോകുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഞാൻ സമാധാനത്തിന് വേണ്ടി കാക്ഷിക്കുകയും ആശംസിക്കുകയും പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ ഞാൻ എത്രയോ ആളുകളുടെ സമാധാനക്കുറവിന് അല്ലെങ്കിൽ അസമാധാനത്തിന് കാരണമായിട്ട് കിടക്കുക. ആ അസമാധാനത്തെ ഞാൻ മാറ്റാത്തിടത്തോളം കാലം ഞാൻ എത്രമാത്രം സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രസംഗിച്ചാലും ആശിച്ചാലും ആശംസകൾ നേർന്നാലും അതൊക്കെ ക്രിസ്മസ് കാർഡായിട്ട് അവശേഷിക്കുകയുള്ളൂ. എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ സമ്പാദ്യത്തിൻ്റെ കരുതലിലൂടെ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ രീതിയിലൂടെ ഞാൻ മറ്റാർക്കെങ്കിലും അസമാധാനത്തിനും അസന്തുഷ്ടിക്കും വേദനയ്ക്കും വിഷമത്തിനും കാരണമായിട്ടുണ്ടോ, അവിടെ ഞാൻ സമാധാനത്തിൻ്റെ വാഹകനല്ല. സമാധാനം കൊടുക്കുന്നവനെ ക്രിസ്മസ് ഉള്ളൂ. സമാധാനം കൊടുത്താലേ സമാധാനം തിരിച്ചു കിട്ടുകയുള്ളൂ. സമാധാനം കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയുന്നത്, സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുക എന്നാണ് പറയുന്നത്. സമാധാനം സ്ഥാപിക്കുന്നവർക്ക് ദൈവത്തെ കാണാൻ കഴിയുമെന്ന് പറയുന്നത്. ഈ സമാധാനം നമ്മൾ സ്ഥാപിക്കേണ്ടതാണ്. നമ്മെ ഓരോരുത്തരെയും കരുവാക്കിക്കൊണ്ട് മേക്ക് ദം ദി ഇൻസ്ട്രുമെന്റ് ഓഫ് ദൈ പീസ് എന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെയാണ്. എന്നെയും നിങ്ങളെയും കരുവാക്കിക്കൊണ്ട് സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, അത് ഇരിക്കുന്നിടത്താവാം, നിൽക്കുന്നിടത്താവാം, യാത്ര ചെയ്യുന്നിടത്താവാം, ഉറങ്ങുമ്പോഴാവാം, നടക്കുമ്പോഴാവാം, ചിന്തിക്കുമ്പോഴാവാം, എഴുതുമ്പോഴാവാം, വർക്ക് ചെയ്യുമ്പോഴാവാം, എവിടെയാണേലും എനിക്കും സമാധാനം കൊടുക്കാൻ കഴിയും. എങ്ങനെയാണ്? ഏറ്റവും കുറഞ്ഞത് മറ്റൊരാൾക്ക് അസമാധാനം ഉണ്ടാക്കാതിരിക്കുക, എന്നിട്ട് എന്നെ ഉപയോഗിച്ച് സമാധാനം കൊടുക്കുക. ആ തരത്തിൽ ഞാൻ ആരുടെയെങ്കിലും അസമാധാനത്തിന് എൻ്റെ ജീവിത രീതി കാരണമായിട്ടുണ്ടെന്ന് പരിശോധിക്കുവാനും ആ അസമാധാനത്തിൻ്റെ ഹേതുവിനെ കണ്ടെത്തി മാറ്റിക്കൊണ്ട് സമാധാനം നൽകുന്ന ക്രിസ്മസിൻ്റെ സന്ദേശമായിട്ട് മാറുവാനും നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ക്രിസ്മസ് എന്നിലൂടെ വചനം മാംസമായി ധരിക്കുന്നതാണ്. ക്രിസ്മസിൻ്റെ സന്ദേശങ്ങൾ എൻ്റെ മാംസവും എൻ്റെ രക്തവുമായി രൂപം കൊള്ളാനായിട്ട് കാത്തു നിൽക്കുക. നമ്മൾ നടക്കുമ്പോഴും, നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴും, ഈ റോട്ടിലൂടെ യാത്ര ചെയ്യുമ്പോഴും, നമ്മുടെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും അവിടെയെല്ലാം യേശു ജനിച്ചിട്ടുണ്ട് എന്ന് എന്നെ കണ്ടുകൊണ്ടും എന്നെ കേട്ടുകൊണ്ടും എന്നെ സ്പർശിച്ചുകൊണ്ടും ഇന്നും ജീവിക്കുന്നവനാണ് യേശു എന്ന് ഈ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് എവർക്കും കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും കൂടി ഈ ഇമ്മാനുവൽ കമ്മ്യൂണിറ്റിക്ക് ഒരിക്കൽ കൂടി സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഹൃദയ നിറവിൻ്റെ, തുറവിയുടെ ക്രിസ്മസ് മംഗളങ്ങൾ ഹൃദയപൂർവ്വം നേർന്നുകൊണ്ട് പിറക്കാൻ പോകുന്ന പുതുവത്സരം ഇപ്രകാരമുള്ള പുതു ആശകളുടെയും പുതിയ പ്രതീക്ഷകളുടെയും പുതിയ പ്രതിജ്ഞകളുടെയും വർഷമാകട്ടെ എന്നും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ദൈവാനുഗ്രഹം നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. Let melodies of Christmas spread throughout the earth as the male voices bring to you the next carol, Rejoice, a King is Born, by Bruce Ballinger. Music of this song is arranged by our former choir master D. Devakaran.
proud to present the next Malayalam carol, Shanta Sundara Ratri, written and composed by the singing brothers Dilip and Deepu John. Most of the orchestration for this evening's carol service has been arranged by Dilip and Deepu John. They are former Emmanuel Church choir members.
are called to tell everyone the glad tidings of great joy. The Savior has come. Evil's defeated, the victory is won. Jesus does not come to condemn. He comes to shower his blessings. How can any of us live without sharing this good news? Now the choir will present the carol, Go Tell Everyone. Words and music by Dan Scott, Michael Sykes, and Tanya Goodman Sykes, arranged by Jim Gray. After Jesus was born in Bethlehem, Magi from the east came to Jerusalem and asked, Where is the one who has been born King of Jews? We saw his star in the east and have come to worship him. The choir will now present the next carol in Malayalam, Dure Dure Agashavidiyil. Tell
As we come to the close of this evening, the choir would now bring the last Christmas carol to be presented in this 98-year-old church building. Now, over to the choir for the carol Tiny Little Baby, words and music by Jose E. Parks.
Mr. Justice Kurian Joseph, respected vicars, distinguished guests, dear brothers and sisters in Christ. നന്ദി പറയുന്നതിനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇന്ന് നമ്മുടെ മുഖ്യാതിഥിയായി ഇവിടെ എത്തി ദൈവദൂത് നൽകിയ ബഹുമാനപ്പെട്ട ഓണറബിൾ മിസ്റ്റർ ജസ്റ്റിസ് കുര്യൻ ജോസഫിനോടുള്ള നന്ദി ഇമ്മാനുവൽ സഭയുടെ പേരിൽ ഞാൻ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു വലിയ പ്രാർത്ഥനാ നിരതനായ ഒരു വ്യക്തിയാണ്. ഈവനിങ് സമയത്ത് രാത്രിയിലെ പ്രാർത്ഥന ഏതാണ്ട് 1 മണിക്കൂറോളം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയുള്ളൊരു വ്യക്തി ഇന്നത്തെ ദൈവദൂത് നൽകുന്നതിനെത്തിയതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ബഹുമാനപ്പെട്ട ജസ്റ്റിസിന് സഭയുടെ വകയായിട്ടുള്ള ഒരു ചെറിയ പ്രസൻറ്റ് ഇപ്പോഴത്തെ നമ്മുടെ ഇടവകാരി ഇപ്പോൾ നൽകുന്നതാണ്. We are also much thankful to Reverend Julie and Mr. Adrian. Both of them love all of us and we love them. At present, Reverend Julie is serving the Church of Scotland in Edinburgh, and Mr. Adrian is doing some research in United Theological College, Bangalore. We welcome you and thank you both for your kind visit and hope you continue to visit us and bless us. Thank you. We are also much happy that Reverend Luke and Esther are also here with us. Reverend Luke is from South Korea and he is doing some research in United Theological College, Bangalore. We are most thankful to both of you for your kind visit. Thank you. അതുപോലെ തന്നെ ഇന്നത്തെ പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതലായിട്ട് നന്ദി പറയേണ്ടത് നമ്മുടെ കൊയറിനാണ്. വളരെയധികം ബുദ്ധിമുട്ടും അതായത് വളരെയധികം ദിവസത്തെ പ്രാക്ടീസിന് ശേഷമാണ് അവർ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മളെല്ലാവരും അവരുടെ പാട്ട് ആസ്വദിച്ചു. എല്ലാ കൊയർ അംഗങ്ങളോടും പ്രത്യേകിച്ച് അതിന് നേതൃത്വം നൽകിയ മിസ്റ്റർ MJ ജോൺ, ഓർഗനിസ്റ്റ് ധന്യ എലീസ് എബ്രഹാം, കൊയർ സെക്രട്ടറി അനിൽ ലൂക്കോസ്, ഓർക്കസ്ട്രേഷൻ നടത്തിയ ദിലീപ് ജോൺ, അതുപോലെ തന്നെ കൊയർ മാസ്റ്ററും ഓർഗനിസ്റ്റുമായിട്ട് വളരെ നിസ്തുലമായ സേവനമനുഷ്ഠിക്കുന്ന മിസ്റ്റർ രഞ്ജി വർക്കി എന്നിവരോടുള്ള സ്നേഹവും നന്ദിയും സഭയുടെ പേരിൽ ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അടുത്തതായിട്ട് ജൂനിയർ കൊയർ അംഗങ്ങളാണ്. ജൂനിയർ കൊയർ അംഗങ്ങളിലൂടെ ശ്രദ്ധിച്ചിരിക്കണം. അവർക്ക് പ്രത്യേകം നന്ദിയുണ്ട്. പ്രത്യേകിച്ച് അവരെ പരിശീലിപ്പിച്ച മിസ്റ്റർ അനിൽ ലൂക്കോസ്, അവരെ ഇതിനുവേണ്ടി ഒരുക്കിയ മാതാപിതാക്കൾ, ടീച്ചേഴ്സ്, എല്ലാ ജൂനിയർ കൊയർ അംഗങ്ങളോടുള്ള സഭയുടെ സ്നേഹവും അവർ വളർന്ന സഭയ്ക്ക് വലിയ കൈത്താങ്ങലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കുമുള്ള സ്നേഹം ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് 25 വർഷം പൂർത്തിയാക്കുന്ന നമ്മുടെ കൊയറിലെ അംഗങ്ങളായ മിസ്റ്റർ രഞ്ജി വർക്കി, അതുപോലെ തന്നെ എബ്രഹാം സൈമൺ, അവരോടുള്ള സ്നേഹം ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. നമുക്കറിയാം ഈ 2 വ്യക്തികൾ നമ്മുടെ സഭയ്ക്ക് നൽകുന്ന ഗാനത്തിലൂടെ, കൊയറിലൂടെ നമുക്ക് നൽകുന്നതായിട്ടുള്ള സേവനം വളരെ നിസ്തുലമാണ്. ഈ സഭ അതിനെ അംഗീകരിക്കുന്നു. 2 പേരോടും, രഞ്ജിയോടും സണ്ണിയോടുമുള്ള സ്നേഹവും നന്ദിയും ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ഈ പരിപാടി ധന്യമായി തീർന്നത് എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെല്ലാവരുമാണ്. പാട്ട് നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. സഭയ്ക്ക് നിങ്ങൾ സാധാരണഗതിയിൽ വളരെ നേരത്തെ തന്നെ എല്ലാവരും എത്തിച്ചേർന്നു. എല്ലാവരോടും ഉള്ള സ്നേഹവും നന്ദിയും ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. ഇപ്പോൾ ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് നമ്മുടെ ഇടവക വികാരി ആയ റവറൻ TA ജെയിംസ്, അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് ഇടവക വികാരി റവറൻ സുന്ദർ ജേക്കബ് എന്നിവരാണ്. അവരോടുള്ള സ്നേഹവും ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ കൊമ്പയറിംഗ് നടത്തിയ ധന്യ, ഓർക്കസ്ട്രേഷൻ നടത്തിയ ദിലീപ് ജോൺ, സൗണ്ട് സ്റ്റാർ പാലാരിവട്ടം, ജെഫി, എല്ലാവരോടും ഉള്ള സ്നേഹവും നന്ദിയും ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. എല്ലാവർക്കും മംഗളകരമായ ക്രിസ്മസും
നല്ല ഒരു നവവത്സരവും ആശംസിച്ചുകൊണ്ട് വാക്കിയൊരുക്കുന്നു. നന്ദി, നമസ്കാരം. All those who have performed this evening. We thank you for all those who have dedicated time and effort to bring glory to you this evening. And we ask, Lord, that as we continue this Advent journey, that you will bless us each and every day, that we may continue from this place, ever singing joyful songs to you in our hearts. In Christ's name we pray. Amen. Amen. The Lord bless you and keep you. The Lord lift his countenance upon you and give you peace. The Lord make his face to shine upon you and be gracious unto you. Be gracious. The Lord be gracious, gracious unto you. Let's all stand and join in singing Silent Night, Holy Night. Silent
Please be seated. ആരായിരിക്കും ദ സ്റ്റാർ ഓഫ് ദ കാരൽ നൈറ്റ്? കേക്ക് കാത്തിരിക്കുന്നു. മേ ഐ റിക്വസ്റ്റ് ലൂക്ക് ആൻഡ് കൊച്ചമ്മ to come forward to take the Lord. Esther Kochama, okay. Number 3. Take 300 and 360. 360. Take one more. 368. 368. അച്ഛനാണോ? അല്ല, അതെടുത്ത് വെച്ചിരിക്കുകയാണ്. 368. 368 ഉണ്ടോ? ഉള്ളൂ ഉണ്ടോ? 68. 368. Oh, Major Uncle, Major Lawrence Pavmani. Give him a big hand. He is the coordinator of Laughter Club Seniors Fellowship. Okay. Mr. Reverend Luke, please hand over the gift. 368 is true. Okay. Thank you. Thank you very much. ഒരിക്കൽ കൂടെ കടന്നു വന്ന എല്ലാവർക്കുമുള്ള നന്ദി സ്നേഹവും ഇടവക പട്ടക്കാരെന്ന നിലയിൽ ഞാൻ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട സാറ് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ദൂത് നമുക്ക് നൽകി. അതോടൊപ്പം തന്നെ നമ്മൾ കടന്നു വരുമ്പോൾ ക്രിസ്മസിൻ്റെ സന്തോഷം നമ്മളിലേക്ക് നൽകിയത് മനോഹരമായിട്ടുള്ള ഡെക്കറേഷനാണ്. യുവജന സഖ്യാംഗങ്ങൾ വളരെയധികം ത്യാഗം സഹിച്ചിട്ടാണ് ഇതിൻ്റെ മുകളിലൊക്കെ കയറി ഇത്രയും മനോഹരമായിട്ട് ഡെക്കറേഷൻ ചെയ്ത്. എപ്പോഴും ഡെക്കറേഷൻ വളരെ മനോഹരമായിരിക്കും നമ്മുടെ ദേവാലയത്തിൽ. പ്രാവശ്യവും അതേ രീതിയിൽ തന്നെ വളരെ ക്ലച്ചിച്ചായാലും കുറച്ച് സമയം കൊണ്ട് ചെയ്തു തീർത്തു. യുവജന സഖ്യാംഗങ്ങൾക്ക് പ്രത്യേകിച്ചുള്ള നന്ദിയെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. Let's pray. Loving, gracious Father, we thank and praise you for this blessed evening. Lord, you have reminded about the love that's been showered upon us. And you have reminded us that we need to communicate this love to the people around us. May the love that's been shown from thy presence be understood rightly and be communicated rightly. May you be the strength and guide to our lives. We commit ourselves in your hand. Let the peace and joy of the Christmas be with us all the time. In Jesus' name we pray. Amen. The Lord be with you. Let us depart in peace. Amen.